ആവേ മരിയ. അമ്മയുടെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എന്നെ എൻ്റെ കുടുംബത്തിനെയും സാക്ഷിയാക്കി ഉയർത്തിയതിന് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് വിദ്യ. ഇതെൻ്റെ ഹസ്ബൻഡ് സജി. എനിക്ക് 3 കുട്ടികളാണ്. ഇതെൻ്റെ മോൾ ദിതി. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു ടീച്ചർ ആൻറ്റി ഉണ്ടായിരുന്നു. എല്ലാ മാസവും പള്ളിയിൽ വന്ന് വരാറുണ്ട്. ഞാൻ നേർച്ച പൈസയൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ 2024 ആദ്യമായിട്ട് അമ്മയുടെ മുന്നിൽ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞങ്ങൾ താമസിക്കുന്ന ഭവനം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പേരിലോട്ട് എഴുതി കിട്ടിയിട്ടില്ല. 35 വർഷമായിട്ട് ഞങ്ങൾ അതിൽ താമസിക്കുന്നു. അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ പേരിലോട്ട് ആ വസ്തു ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതെൻ്റെ അമ്മയുടെ മുമ്പിൽ ഉടമ്പടി വെച്ചു. അമ്മയുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ കാരണം ഈ തടസ്സങ്ങളെല്ലാം മാറ്റി അതിൻ്റെ മേലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അമ്മയുടെ ഇടപെടൽ കാരണം മാറ്റിത്തരികയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ലോൺ അമ്മ തയ്യാറാക്കി തരികയും അത് പ്രകാരം ഞങ്ങൾക്ക് ആ ഭവനം നേടിയെടുക്കാൻ പറ്റുകയും ചെയ്തു. 35 വർഷമായിട്ട് ഒരു വാടക വീട് പോലെയാണ് ഞങ്ങൾ അതിനകത്ത് കഴിഞ്ഞത്. അപ്പം അതിനുശേഷം അമ്മയുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ കാരണം ഞങ്ങൾക്ക് ആ വസ്തു സ്വന്തമായിട്ട് കിട്ടി. അതെൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഞാൻ കൊല്ലത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS ഒന്നും ഇത്രയും പൈസ കൊടുത്ത് പഠിച്ച് എഴുതാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ചുമ്മാതെങ്കിലും പറയുമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പൈസയൊന്നും ചിലവാകാതെ ഞങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിൽ, പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി എന്ന പോലെ നോർക്ക വഴി ജർമ്മനിയിലോട്ട് ഒരു ജർമ്മൻ B1 ലെവൽ വരെ പഠിപ്പിക്കുകയും അവർ തന്നെ സെലക്ഷനാക്കി ജർമ്മനിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ എനിക്കതിന് സെലക്ഷൻ കിട്ടി. അതിൻ്റെ ഇൻ്റർവ്യൂവിനായാലും പരീക്ഷയ്ക്കായാലും അമ്മയുടെ നേർച്ച വസ്തുക്കളും ഉപ്പായാലും തൈലമായാലും ഞാൻ ഉപയോഗിച്ചാണ് പോയിരുന്നത്. അതുപോലെ തന്നെ അമ്മ എനിക്ക് നേടിത്തരികയും ഇപ്പം അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ ജർമ്മനിയിൽ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇപ്പം ഞാൻ എമർജൻസി 15 ദിവസത്തെ ലീവിന് വന്നതാണ് അമ്മയുടെ ഈ സാക്ഷ്യം പറയാനായിട്ട്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് സൗദി എയർലൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രഷറും എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ഒരു താമസം, ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാരണം എൻ്റെ നിർബന്ധപ്രകാരം പുള്ളി ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വരേണ്ട ഒരു കാര്യമുണ്ടായി. അതിനുശേഷം പുള്ളിക്ക് നാട്ടിൽ നല്ലൊരു ജോലി കിട്ടാതായി. പിന്നെ തിരിച്ച് സൗദിയിലോട്ട് പോകാൻ പറ്റാതായി. അതും അമ്മയുടെ മുമ്പിൽ ഉടമ്പടി വെച്ചു. അത്ഭുതകരമായ വിധം പുള്ളിയുടെ ഒരു സുഹൃത്ത് ഇങ്ങോട്ട് വിളിക്കുകയും ഒരു വേക്കൻസി ഉണ്ട്, സജി അങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ 2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലി ശരിയാവുകയും ഇപ്പോൾ സൗദിയിൽ ഇൻഹാൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ എന്ത് കാര്യത്തിന് പോയാലും അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിൽ വെക്കും. അത് എൻ്റെ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിൽ കാണും. അമ്മയുടെ തൈലം ഞാൻ എന്നും രാവിലെ തേച്ചിട്ടാണ് പോകാറുള്ളത്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലും എല്ലാം മരുന്നിന് മുന്നേ ഞാൻ ഈ തൈലമാണ് ഉപയോഗിക്കുന്നത്. ഉപ്പും ഉപയോഗിക്കാറുണ്ട്. ഈ ജർമ്മൻ്റെ എക്സാമിൻ്റെ എല്ലാ കാര്യത്തിനും, ഇൻ്റർവ്യൂവിനായാലും എക്സാമിൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഉടമ്പടി കാശ് രൂപവും തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചാണ് പോകുന്നത്. അതെനിക്കൊരു ധൈര്യമാണ്. കൊന്ത ഉപയോഗിക്കാറുണ്ട്, അതും എനിക്കൊരു ധൈര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിന് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എപ്പോഴും എൻ്റെ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമെന്ന്, ഞങ്ങളുടെ കുടുംബത്തിനെ പൊതിഞ്ഞു പിടിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പത്രം മേടിച്ച് പള്ളി മുറ്റങ്ങളിലും വരുന്ന ആൾക്കാരുടെ അടുത്തും, ഹിന്ദുക്കൾ തന്നെ ആണെങ്കിലും അവരുടെ അടുത്ത് അമ്മയുടെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞു തന്നെയാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ജർമ്മൻ പത്രം മേടിച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ അവിടുത്തെ ജർമ്മൻ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പാവപ്പെട്ട ആൾക്കാരെല്ലാം സഹായിക്കാറുണ്ട്. ശരണാലയങ്ങളിലും അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ വളരുന്നിടത്തും എന്നെക്കൊണ്ടാവുന്ന ഒരു തുക ഞാൻ മാസം നീക്കി വെക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ആര് സഹായത്തിന് വന്നാലും വെറും കൈയോടുകൂടി ഞാൻ മടക്കി വിടാറില്ല. എൻ്റെ വീട്ടുകാരായാലും ഞാനായാലും രാവിലെ വചനത്തോടു കൂടിയാണ് ജീവിതം തുടങ്ങുന്നത്. ബൈബിള് വായിക്കാറുണ്ട്. 91 സങ്കീർത്തനം മുടങ്ങാതെ വായിക്കാറുണ്ട്.
വചനം വായിക്കാറുണ്ട്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്, ചൊവ്വാഴ്ച ധ്യാനം കൂടാറുണ്ട്. 1 മണിക്കൂർ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് 1 മണിക്കൂർ സ്വസ്ഥമായിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെയും വൈകിട്ടും കൊന്ത ചൊല്ലാറുണ്ട്. കൊന്ത എല്ലാം പഠിച്ചത് ഞാനൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നഴ്സിംഗ് പഠിച്ചത്. അന്ന് തൊട്ടേ മാതാവുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ട്. അവിടെ ഒരു ചാപ്പൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരികളെല്ലാം കൊന്ത ചൊല്ലുന്ന വഴി ഞാൻ പഠിച്ചതാണ്. അന്ന് ഉടമ്പടി വന്നതിന് ശേഷമാണ് കുടുംബത്തിലും ജീവിതത്തിലായാലും ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, അതായത് ഈ ജർമ്മൻ തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലാണ് ഈ ജർമ്മനിയിൽ ഇപ്പോൾ എത്തിപ്പെട്ടത്. അവിടെ ചെല്ലുമ്പോഴും എനിക്ക് അത്ഭുതമാണ്. ഞാനിവിടെ വന്ന് എത്തിപ്പെട്ടത് ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നു. അത് ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് സാക്ഷാത്കരിച്ചത്. എല്ലാം ഞങ്ങൾക്ക് എല്ലാം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. സങ്കീർത്തനം 23 2-ാം വചനമാണ്. നല്ലിടയൻ തൻ്റെ ആടുകളെ പച്ചപ്പുള്ള സ്ഥലത്തേക്കും ജലാശയത്തിലേക്കും നയിക്കുന്നത് പോലെ ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി മക്കളെ ദൈവമാണ് നയിക്കുന്നത്. പച്ചപ്പുള്ള ആ സ്ഥലം ഒരുപക്ഷെ കൃപാസനം അമ്മയുടെ ഈ സന്നിധിയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും കരങ്ങൾ പിടിച്ച് ആ പച്ച പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാശ്വാസവും സന്തോഷവും സമാധാനവും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. മനസ്സിലെ ഭയങ്ങളും രോഗങ്ങളും കുടുംബ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ആവാം ഒരുപക്ഷെ നാം പരിശുദ്ധ അമ്മയുടെ അരികിലെത്തുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരെയും കണ്ണുനീർ തുടച്ച് നമ്മെ തിരിച്ചുവിടുന്ന ഒരമ്മയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നും നമ്മുടെ എല്ലാ ആശങ്കകളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയുടെ വാത്സല്യവുമാണ് നമ്മുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യ എന്ന മകളുടെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 35 വർഷത്തോളവും വീട് സ്വന്തം സ്ഥലപ്പേരിലില്ലായിരുന്നു. 35 വർഷം നടക്കാത്ത കാര്യമാണ് ഉടമ്പടിയിലെ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത വഴി പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും നടത്തിക്കൊടുക്കുന്ന ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. പിന്നീട് ഒരു ജോലിയുടെ കാര്യമാണ്. അതും ഈ മകൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അതൊന്നുമില്ലാത്ത രീതിയിൽ എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ ഒരു ജോലിക്ക് പോകണം, അതമ്മ ക്രമീകരിച്ച് നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നോർക്ക കമ്പനി വഴി പെട്ടെന്ന് തന്നെ ഈ മകൾക്ക് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജർമ്മനിയിൽ ജോലി ലഭിക്കുകയാണ്. ഇവിടെ നമുക്ക് മെറിറ്റില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, അതൊക്കെ നമ്മുടെ കഴിവ്, നമ്മുടെ മെറിറ്റില്ലായ്മയാണ്. നമുക്ക് മെറിറ്റില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം സാധ്യമാണ്. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നിയോഗം വെക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, കൃപയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മകൾക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ജർമ്മനിയിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി നൽകിയത്. അതുകൂടാതെ ഹസ്ബൻഡ് ജോലിക്കാരെ നിയോഗമായി സമർപ്പിച്ചു. സൗദിയിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെയും നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് സൂപ്പർവൈസറായിട്ട് ജോലി നൽകിയത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കാരുണ്യവുമൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ഈ മകൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും, ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഓരോ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോഴെല്ലാം ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉടമ്പടി തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകൾ ഓരോ കാര്യത്തിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാവും ഒരുപക്ഷെ എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും കൃപയും ഒക്കെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനവും. ജർമ്മൻ ഭാഷയിൽ പോലും പത്രം മേടിച്ച്, കൃപാസനം പത്രം മേടിച്ച് ജർമ്മനിയിൽ കൊണ്ടുപോവുകയും എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്നതിന് പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നത്. അക്രൈസ്തവരായ ഈ മക്കൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും കനി നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഇന്ന് ഈ മക്കൾ വന്നിരിക്കുന്നത്. ഇവരെ ഇനിയിപ്പോൾ തിരിച്ച് സൗദിക്കും ജർമ്മനിക്കുമൊക്കെ തിരിച്ചു പോകുമ്പോഴും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ മറന്നില്ല.
നന്ദി പറയുന്നത് ഈശോയുടെ മമ്മയുടെ സ്നേഹത്തെ പ്രതിയാണ്. കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക, അതും മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്ന, മറ്റുള്ളവരെയും ഈശോയിലേക്കും അമ്മയിലേക്കും അടുപ്പിക്കുന്ന, ദൈവത്തിന് നൽകുന്ന ഓരോ അനുഗ്രഹത്തിനും മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തെ. അതും മറക്കാതെ ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പച്ചപ്പുള്ള മേച്ചിൻ പുറങ്ങളിലേക്ക്, ജലാശയമുള്ള ആ സ്ഥലങ്ങളിലേക്ക് മേയ്ക്കുവാനായിട്ട് നമ്മുടെ കരങ്ങളെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ, കൃപാസനം അമ്മയാണ് നമ്മെ നയിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മൾക്കും ആ അനുഗ്രഹം പ്രാപിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിദ്യയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.